യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഫസ്റ്റ് വീഡിയോ എന്തിടണം എന്നാലോചിച്ചപ്പോഴാണ് ഒരു മാസം മുന്നേ മലേഷ്യയിൽ ട്രിപ്പ് പോയത് അങ്ങ് ഇട്ടാലോ എന്ന് വിചാരിച്ചത്. ഒട്ടും വൈകിയില്ല, ഉള്ള വീഡിയോസ് വെച്ചിട്ടുള്ളൊരു വ്ളോഗാണിത്. പിന്നെ മലേഷ്യയിൽ പോകാൻ വലിയ പ്ലാനൊന്നും ഇല്ലായിരുന്നു, പക്ഷെ ഒരു അവസരം വന്നപ്പോൾ അങ്ങ് പോയി. കയ്യിൽ നിന്ന് കാശിച്ചിരി പൊട്ടുമെങ്കിലും മലേഷ്യ കിടക്കാച്ചി തന്നെയാണ്. കാണേണ്ട സ്ഥലവും പുതിയ അനുഭവം, പുതിയ ആളുകൾ. ഇത് സ്പെഷ്യൽ എൻ്റെയും വേദുവിൻ്റെയും ഫസ്റ്റ് ഫ്ലൈറ്റ് യാത്രയും. ഫ്ലൈറ്റ് ഞങ്ങൾക്ക് കൊച്ചിയിൽ നിന്നായിരുന്നു. ഫസ്റ്റ് ഫ്ലൈറ്റ് യാത്ര ആയതുകൊണ്ട് വേദുവിൻ്റെ കാര്യത്തിൽ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു, അവൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ വിചാരിച്ചതിൽ അവൻ നല്ല വൈബിലായിരുന്നു. കണ്ടില്ലേ ഓടിച്ചാടി നടക്കുന്നത്. ഫ്ലൈറ്റ് രാത്രി ഞങ്ങൾക്ക് 12 മണിക്കാണ്. അതുകൊണ്ട് തന്നെ വേദ് ഫ്ലൈറ്റിൽ കയറി പാടിയ ആളുറങ്ങി. പിന്നെ മലേഷ്യ എത്തിയിട്ടാണ് ആൾ എണീറ്റത്. മലേഷ്യ എത്തി ആദ്യം ഞങ്ങൾ പോയത് പുത്രജയിലെ മോസ്കിലായിരുന്നു. പക്ഷെ അവിടുത്തെ വീഡിയോസ് ഒന്നുമില്ല, ഫോട്ടോസ് ഉണ്ട്. പിന്നെ അവിടെ കണ്ട് ഞങ്ങൾക്ക് കുറേ നേരം ആയപ്പോഴേക്കും ഞങ്ങൾക്ക് നന്നായിട്ട് വിശന്നിരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പിന്നെ അവിടെ അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് നൂഡിൽസും വായിക്കൊള്ളാത്ത എന്തൊക്കെയോ പേരുള്ള ഡിഷസും കഴിച്ച് നേരെ ഞങ്ങൾ റൂമിലോട്ട് വിട്ടു. ഞങ്ങൾക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. റൂമിലെത്തി ഞങ്ങൾ നല്ലൊരു ഉറക്കം പാസ്സാക്കി. ഈവനിങ് മലേഷ്യയിലെ കോലാലംപൂരിൽ സ്ഥിതി ചെയ്യുന്ന പെട്രോണാസ് ട്വിൻ ടവർ കാണാൻ പറ്റും. ഇതിൻ്റെ രാത്രി കാഴ്ച ഒരു ഒന്നൊന്നര കാഴ്ചയാണ് മക്കളെ, അടിപൊളി. ഇതിൻ്റെ മുന്നിൽ നിന്ന് ഒരു ഫോട്ടോ എടുക്കാൻ 10 റിങ്കറ്റ് എന്തോ ആണ്. അത് നമ്മളെ ഇന്ത്യൻ റുപ്പി ഒരു 200 രൂപയ്ക്ക് അടുത്ത് വരും. ഇതൊരു 88 നില കെട്ടിടമാണ്. ഇതിനുള്ളിൽ ചില ഓഫീസ്, പിന്നെ ഷോപ്പിംഗ് സെൻറ്റേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. രാത്രി പുറമേന്ന് ജസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത്. ഇതിനുള്ളിലോട്ട് പകൽ നേരത്ത് പിന്നെ പോകാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ മുന്നിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഒരുപാട് ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്, കുറേ ടൂറിസ്റ്റും ഉണ്ട്. ഫോട്ടോ എടുക്കാൻ നല്ല തിരക്കാണ്. അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് ബുക്കിറ്റ് ബിന്താങ്ങിലെ ചൈനീസ് ഫുഡ് സ്ട്രീറ്റിലോട്ടായിരുന്നു. ഇവിടെ എത്തിയപ്പോൾ സത്യം പറയാലോ, ചൈനയിലെത്തിയ പോലെയായിരുന്നു.
first single came out and felt so great. പിന്നെ ഇത് കണ്ടോ, ഇയാൾ ഈ പൊരിച്ചെടുക്കുന്ന സാധനം സംഗതി ചിക്കനാണ്. നമ്മുടെ ഈ സി ഡ്രാമ കെ ഡ്രാമയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാകും, ഹീറോ അല്ലെങ്കിൽ ഹീറോയിൻസ് അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സൊക്കെ പോയി കഴിക്കുന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കൊരു പൂതി, അങ്ങനെ വാങ്ങിച്ചതാണ്. എന്തോ 5 എണ്ണത്തിന് 10 റിങ്കറ്റ് എന്തോ. അല്പം കുഴപ്പമില്ലാത്ത ടേസ്റ്റൊക്കെ തന്നെയാണ്, പക്ഷേ ചിലർക്ക് പറ്റും ചിലർക്ക് പറ്റില്ല. രാവിലെ ഏട്ടനും പറ്റില്ലായിരുന്നു, പിന്നെ ഞാനും കഴിച്ച് കുഴപ്പമില്ലാത്തൊരു ടേസ്റ്റാണ് കേട്ടോ. ചൈനീസ് ഫുഡ് കഴിച്ച് ഞങ്ങൾക്ക് വല്ലാണ്ട് വിശപ്പൊന്നും അടങ്ങിയില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ നേരെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലേക്ക് പോയി. അപ്പോഴാണ് ഒരു സമാധാനമായത്.